ഓം ശാന്തി. പലപ്പോഴും ഈ ആധുനിക ലോകത്തെ യാത്രയുടെ തിരക്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളതായിരിക്കുന്ന നമ്മുടെ പ്രയാണത്തിൻ്റെ ഉള്ളിൽ മാനസികമായിട്ട് പലരും വീക്കായി പോവാറുണ്ട്. സാഹചര്യങ്ങൾ ഓപ്പോസിറ്റായി വന്നേക്കാം. ഇഷ്ടങ്ങൾ നമ്മൾ പലതും ആഗ്രഹിച്ചു, അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശകളായേക്കാം. അല്ലെങ്കിൽ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ നോക്കാൻ സമയം കിട്ടാതെയുള്ള ഓടിപ്പോയി. അതുകൊണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഞാൻ എന്ത് സ്റ്റേജിലുണ്ടോ അതാണ്. അതിനിപ്പോൾ എന്ത് കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ലല്ലോ. എന്താണോ അതാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ മാനസിക അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ കെയർഫുൾ ആവാൻ പറ്റും, എങ്ങനെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് സങ്കല്പങ്ങളാണ് നടക്കുന്നത് നമ്മളോട് ചോദിച്ചാൽ അത് നമുക്കറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് അവെയർ ആവുക. എന്തൊക്കെയോ മനസ്സിങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. പറയില്ലേ നമ്മൾ മനസ്സൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. കടിഞ്ഞാണില്ലാത്ത കുതിര ആയിപ്പോയതാണ്, അതങ്ങനെയല്ല, അതായിപ്പോയതാണ്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നമുക്ക് ആ കടിഞ്ഞാൻ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു കുതിരയുടെ കടിഞ്ഞാൻ നമുക്ക് പിടിക്കണമെങ്കിൽ കുതിര ഏത് ദിശയിലേക്കാണ് പോകുന്നത് നമുക്ക് അറിഞ്ഞാലാണ് അതിൻ്റെ മേലിരുന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പം എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ മേലെ എനിക്ക് കൺട്രോൾ കൊണ്ടുവരാൻ കഴിയുക. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സെൽഫ് ടോക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണോ സംസാരിക്കുകയല്ലേ, അത് വേറെ മാറ്ററാണ്. പക്ഷെ ഇതൊന്നും അല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ നോക്കിക്കോളൂ, ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സ് എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓടി നടക്കുകയായിരിക്കും. നമ്മളെ ഇരിക്കുന്നുണ്ടാവുള്ളൂ, മനസ്സ് ഓടി നടക്കുകയായിരിക്കും. അപ്പോൾ ആ ഓടി നടക്കുമ്പോൾ മനസ്സിനോട് ചോദിച്ചു നോക്ക്, ഇപ്പം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് സ്വയം മനസ്സിനോട് ചോദിച്ചു നോക്ക്, ഇപ്പം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം എന്താ സംസാരിക്കുന്നത് എന്ന് സ്വയം നമ്മളോട് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ് ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് ഒന്ന് നിന്ന് ഇപ്പം എന്താ ചിന്തിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളോടൊന്ന് ചോദിക്കുന്നുണ്ടല്ലോ. വേണ്ടാത്തൊരു ചിന്തയാണ് വരുന്നതെങ്കിൽ, ഓ ഇപ്പം ഇങ്ങോട്ടാണോ പോകണ്ടേ, വേണ്ട വേണ്ട, അത് ചിന്തിക്കേണ്ട, ഇത് ചിന്തിച്ചാൽ മതി എന്ന് നമുക്കതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡിറക്ഷനിൽ, അതിൻ്റെ ദിശയിൽ ഒരു പരിവർത്തനം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ആ നെഗറ്റീവിന് പകരം പോസിറ്റീവിനെ അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക്കലി ആ പോസിറ്റീവ് എനർജി എപ്പോഴും എനർജി ആകർഷിക്കുകയുള്ളൂ, ഊർജ്ജത്തെ വലിച്ചെടുക്കുകയുള്ളൂ, നഷ്ടപ്പെടുത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഊർജ്ജം കൊണ്ടുവരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം സെൽഫ് ടോക്ക് എന്ന് നമുക്ക് പറയാം. എൻ്റെ ഉള്ളിൽ നടക്കുന്ന ചിന്ത എന്താണോ, സംസാരം എന്താണോ, അതിനെ ഞാൻ തന്നെ ചോദ്യം ചെയ്തിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ശീലമാക്കി മാറ്റും. എന്തൊരു കാര്യം ആദ്യം നമുക്ക് പറയുമ്പോൾ നമുക്കതിനൊരു റിസ്ക് തോന്നിപ്പോവും ചെയ്യാനായിട്ട്. പക്ഷെ നിരന്തരമായിട്ട് ചെയ്യുമുണ്ടല്ലോ ആ കാര്യം നമുക്ക് വളരെ സരളമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മളോട് തന്നെ ചോദിക്കുകയും, നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ്, വീട്ടിലേക്ക് ആരെങ്കിലും കയറാൻ വേണ്ടി ഒരു കള്ളൻ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഉമ്മറത്തുണ്ട്, അലേർട്ടാണ്, അവെയറാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധാലുവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കയറാൻ കഴിയില്ല. അവിടെ കിടന്ന് വട്ടം കറങ്ങി നടക്കുകയായിരിക്കും. എപ്പോഴാണ് നിങ്ങളില്ലാത്ത സമയം കയറാൻ നോക്കിയിരിക്കും. അല്ലാതെ നോക്കി നിൽക്കുന്ന കള്ളന്മാർക്ക് കയറി വരാൻ സാധ്യമല്ല. ഇൻ ദ സെയിം വേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും ഈ വേണ്ടാത്ത ചിന്തകൾക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കയറി വരാൻ പറ്റില്ല. അതും ദൂരമിട്ട് മാറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട പണി നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് ആ കാര്യത്തെ കണ്ടെത്താൻ വേണ്ടി അവനവനോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനായിട്ട് പഠിക്കണം. രണ്ടാമത്, നമ്മൾ നിരന്തരമായിട്ട് കൂട്ടുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെന്നെത്തുന്ന സംസാര രീതികൾ, പല ആളുകളോട് സംസാരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അടുത്തന്നെ ഇട്ടിട്ടുണ്ടായത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. വട്ടം കൂടിയിരുന്ന് വർത്തമാനം എന്ന് പറഞ്ഞാൽ അധികവും ആരുടെയെങ്കിലുമൊക്കെ കുറ്റവും കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകളുടെ വൈബ്രേഷൻ, പ്രഭാവം, തോട്ട്സ്, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെത്താൻ വരുന്നുണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കേൾക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത പോലെയായി മാറും. അപ്പം അതുകൊണ്ട് മോശമായി സംസാരിക്കുന്ന ആളുകളുടെ സംഘമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മോശമായതുകൊണ്ട് ഒരിക്കലും ഒരു നല്ലതിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഇനി ഒരാളെ നന്നാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് അവരുടെ വീക്ക്നെസ്സിനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഒപ്പം അവരോട് പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ ഗുണമുണ്ട് അതുകൂടി നിങ്ങൾ ഓർത്താൽ മാത്രമേ അവർക്ക് നല്ലത് കൊടുക്കാനായിട്ട് സാധിക്കൂ. അല്ലാതെ ഒരാളുടെ കുറ്റം ഇരുന്ന് എല്ലാവരും കൂടി വർണ്ണിച്ചതുകൊണ്ട് ഒരിക്കലും ഒരാളെ നന്നാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സംസാരമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന്, ചുരുക്കം പറഞ്ഞാൽ സംഘദോഷത്തിൽ നിന്ന് അവനവനെ മാറ്റി നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പം അതുകൊണ്ട് കൂട്ടം കൂടുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയമായിരിക്കാം, അഥവാ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം, എന്തെങ്കിലും കേൾക്കാൻ അനുവദിക്കരുത്, എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിക്കരുത്. വേണ്ടത്
നല്ലത് എത്ര വേണമെങ്കിൽ സംസാരിച്ചോ, മോശമായ ടൈമിൽ പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടുണ്ടായിരിക്കണം, മാറിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് അവനവൻ്റെ ചിന്താധാരയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നല്ല ആളുകളുമായി കൂട്ടുകൂടുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. മൂന്നാമതൊരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഒരാൾക്ക് ഒരേപോലെ വർക്ക് ചെയ്ത രണ്ടാളുകളാണ്, ഒരാൾക്ക് കുറച്ച് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടി. അപ്പം മറ്റാളുടെ മുഖം കണ്ട എന്താ നിങ്ങൾക്ക് വിഷമമായോ? എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ല, എനിക്കങ്ങനെ ആവാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ്. എന്നുവെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, വേറൊരാൾക്ക് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷിക്കാനാവുന്നില്ല എങ്കിൽ, അണ്ടർലൈൻ ചെയ്തറിയേണ്ട കാര്യമാണ്. മറ്റൊരാൾക്കൊരു വിജയം കിട്ടുമ്പോൾ അവരുടെ വിജയത്തിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ഞാൻ എന്തൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തിയാലും അതിൻ്റെ പേരാണ് അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, എൻ്റെ ഇമോഷൻസിൽ ഇവിടെ അസൂയ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വിഷമമായി, ഞാൻ എന്നെ തന്നെ എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ല വിട്ടേക്ക് എന്ന് സ്വയം പറയാതെ വിഷമമായി എങ്കിൽ എനിക്ക് വിഷമമായി എന്ന് ഞാൻ സ്വീകരിക്കുമ്പോൾ ഉടനെ അതിൻ്റെ സൊല്യൂഷൻ എൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുള്ളതാണ് സത്യം. എനിക്ക് വിഷമായും ഞാൻ സ്വീകരിക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ വിഷമായും സ്വീകരിക്കുമ്പോൾ മാറ്റാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് വിഷമായിട്ടോ എന്ന് പറഞ്ഞാൽ കരഞ്ഞിരിക്കാനല്ല, അതല്ല എൻ്റെ സെൻസ് കേട്ടോ. എനിക്ക് വിഷമായി എന്ന് എനിക്ക് റിയലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് വേണം, എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് തോട്ട് എന്താണോ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പം എൻ്റെ ഫീലിങ്സ് എന്താണ്, അതേസമയം എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വിഷമമില്ല, എനിക്ക് പേടിയില്ല, എനിക്കില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതിനെ മൂടി വയ്ക്കാൻ നോക്കിയാൽ അത് നമുക്ക് മാറ്റാൻ സാധ്യമല്ല. അതിനുള്ള പണിയെന്ന് വെച്ചാൽ ഉണ്ട് എന്ന് തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതേസമയം അതിൽ മുഴുകിയിരിക്കുകയല്ല, അടുത്ത നിമിഷം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നതായിട്ടുള്ള ഫീലിംഗ് എന്താണോ, പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് എന്താണോ അതിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ട്രെയിനിങ് കൂടി എടുക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്നാമത് നമ്മൾ നമ്മളോട് സംസാരിക്കാൻ പഠിക്കുക, രണ്ടാമത് നല്ല കൂട്ടുകെട്ടിലിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, മൂന്നാമത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ തന്നെ സ്വീകരിക്കുക, എന്നിട്ട് വേണ്ട ഗൈഡൻസിലൂടെ പരിവർത്തനം ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിള്ളലുകൾ, ഹോളുകൾ ഇല്ലാതായി മാറും. നമ്മുടെ എനർജി നഷ്ടമാവാതെ മെൻ്റൽ സ്ട്രെങ്ത് അഥവാ മനഃശക്തിയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.